സ്വാതന്ത്ര്യപ്പുലരി പുതുജീവൻ പകരുന്നു. ഇടനെഞ്ചിൽ വേരോടും കനലാടും ഓർമ്മകളെ ചുടുമിഴി നീർപ്പൂക്കൾ കൊണ്ടിന്നേകാം അഭിവാദ്യങ്ങൾ. നമ്മളൊന്നെന്ന വാക്കാണ് ഭാരതാംബയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 20 വർഷമായി തുടങ്ങിയ പൊതുപരിപാടികൾ പ്രതികൂല കാലാവസ്ഥയിൽ വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചു. നമുക്കറിയാം ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ 79ാം ജന്മദിനം. 78 വർഷം നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിച്ചു. അതിന് ത്യാഗം ചെയ്ത ഒത്തിരിയേറെ നിസ്വാർത്ഥരായ നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. ഒരു പ്രധാനിയാണ് മഹാത്മജി. അദ്ദേഹം 1915 ജനുവരി 9-ാം തീയതി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തി. ഇവിടെ നടക്കുന്ന സ്വാതന്ത്ര്യ സമരങ്ങളോടൊപ്പം അദ്ദേഹം നേതൃത്വം കൊടുത്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വ്യക്തിയാണ്. 22 വർഷമാണ് മഹാത്മജി സൗത്ത് ആഫ്രിക്കയിൽ വക്കീലായി സേവനം. അവിടെ നിന്ന് കിട്ടിയ ആശയങ്ങൾ, വണ്ണം വേദനയ്ക്കെതിരെ അദ്ദേഹം ചെയ്ത പോരാട്ടങ്ങൾ, അതിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണ് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രചോദനമാണ്. അദ്ദേഹത്തെ നമുക്കിന്ന് ഈ സുദിനത്തിൽ പ്രത്യേകമായി അദ്ദേഹത്തെ ഓർമ്മിക്കാം. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനം ചെയ്ത ഒത്തിരിയേറെ നേതാക്കന്മാർ, അവരെല്ലാം നമുക്കിന്ന് അനുസ്മരിക്കാം. അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ സേവനം ചെയ്യുന്ന സൈനികരെ ഓർമ്മിക്കാൻ, വെട്ടിമന്ന സ്വദേശി സന്തോഷ് കുമാറിനെ ഇന്ന് പ്രത്യേകം അനുസ്മരിക്കാൻ. കാർഗിൽ യുദ്ധത്തിൽ സന്തോഷ് കുമാറിന് എല്ലാ വർഷവും കാർഗിൽ ജീവൻ പിടിഞ്ഞിട്ട് 26 വർഷം പൂർത്തിയായി. ഇവിടെ 26-ാം തീയതി കാർഗിൽ വിജയ ദിവസമാണ്. കാർഗിലിലെ ടൈഗർ ഹില്ലിൽ 16,100 അടി പൊക്കമുള്ള മലയുടെ മുകളിലേക്കാണ് സൈനികർ ഭീകര പ്രവർത്തകർക്കും പാക് സൈന്യത്തിനുമെതിരെ കയറിച്ചെന്ന് 527 പേരെ അവർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അതിലൊന്ന് നമ്മുടെ നാട്ടിലെ പ്രിയങ്കരനായ സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കൊന്ന് എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നന്ദി. ഭാരതം ജയിക്കട്ടെ.